ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കോർപ്പറേഷൻ്റെ ഫസ്റ്റ് മൊഡ്യൂള് പഠിക്കാം. അപ്പം നമുക്ക് ഇന്ന് ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, കോർപ്പറേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കോപ്പററി. കോർപ്പറേഷൻ എന്ന് പറഞ്ഞ വേർഡ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നത്? കോപ്പററി എന്ന വേർഡിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത്, അതാണ് അതിൻ്റെ മീനിങ്സ്. കോപ്പററി എന്ന് വെച്ചാൽ ടു വർക്ക്, ഒരുമിച്ച് വർക്ക് ചെയ്യുക, അതൊക്കെ. കോപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗദർ ജോയിൻ്റ്ലി ഫോർ എ കോമൺ പർപ്പസ്. ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ടാണ് കോപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഡിനോട്ട്സ് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. എന്ന് പറയുന്നത് നമ്മളൊരു GN ഹജീല പറഞ്ഞ ഒരു വേർഡ്, കോട്ടിങ്സ് നമ്മളോട് എക്സാമിന് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ഇറ്റ് ഡിനോട്ട്സ് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ TN ഹജീല പറഞ്ഞ വേർഡ്സാണ്. Cooperation is a form of organization wherein persons voluntarily associate together as human beings on the basis of equality. കോപ്പറേഷൻ എന്ന് പറഞ്ഞത് ഫോം ഓഫ് ഓർഗനൈസേഷൻ. അതെങ്ങനെയാണ്? കുറേ പേര് ചേർന്ന് വോളണ്ടറി സ്വമേധയാ അസോസിയേറ്റ് ചെയ്ത് ഒരുമിച്ച് ചേർന്ന് ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഈക്വലായിട്ട് എന്തോ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്ന ഒന്നാണ് കോപ്പറേഷൻ. ഫോർ ദ പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദംസെൽവ്സ്. അത് എല്ലാവരുടെയും എന്താണ്? എക്കണോമിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടും എല്ലാവരെയും ഒരുപോലെ കാണുക, ട്രീറ്റ് ചെയ്യുക, അതാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സാമിന് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഐഡിയാസ് ബിഹൈൻഡ് കോപ്പറേഷൻ, ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേഷൻ, ഒബ്ജക്റ്റീവ്സ് ഓഫ് കോപ്പറേഷൻ. അതാണ് ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഇനി ഐഡിയാസ് ബിഹൈൻഡ് കോപ്പറേഷൻ. കോപ്പറേഷൻ്റെ ഐഡിയാസ് എന്തൊക്കെയാണ്? ഐഡിയാസ് ബിഹൈൻഡ് കോപ്പറേഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. എല്ലാവരും സ്വന്തമായിട്ടും പിന്നെ മറ്റുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഹെൽപ്പ്. സ്വന്തമായിട്ടും മറ്റുള്ളവർക്കൂടുള്ള ഹെൽപ്പ്, അതാണ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി, അതാണ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഇതാണ് ഐഡിയാസ് ബിഹൈൻഡ് കോപ്പറേഷൻ. ഈ രണ്ട് ഐഡിയാസാണ് നമ്മുടെ കോപ്പറേഷനുള്ളത്. എന്തൊക്കെയാണ്? സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്, ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേഷൻ. ഇനി എന്തൊക്കെയാണ് ഒരു കോപ്പറേഷൻ്റെ ഫീച്ചേഴ്സ്? ഫസ്റ്റ് വൺ, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ സ്വമേധയാ വോളണ്ടറി അസോസിയേറ്റ് ചെയ്ത് ആൾക്കാരെന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നു. അതിനെയാണ് ഒത്തിരി പേര് ചേർന്നിട്ടാണ് നമ്മളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങുന്നത്, അല്ലേ? അപ്പോൾ അതാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. ഒരു കോപ്പറേഷൻ്റെ ഇത് കൊണ്ടിട്ടാണ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുക. അതാണ് അസോസിയേറ്റ് ചെയ്ത്, എന്നാൽ എല്ലാവരോടും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാതാണ്. അടുത്ത, സർവീസ് മോട്ടീവ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെയിൻ എയിം എന്താണ്? സർവീസ് കൊടുക്കുക, അല്ലേ? അല്ലാണ്ട് പ്രോഫിറ്റ് ഒത്തിരി ഉണ്ടാക്കണം, അതല്ലല്ലോ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെയിൻ എയിം. സർവീസ് മോട്ടീവാണ്. അതാണ് സെക്കൻഡ്, സർവീസ് മോട്ടീവ്. ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് മുഖാന്തരം, അല്ലേ? അതിന് 1 man 1 vote, അതാണ് ഒരാൾക്ക് ഒരു വോട്ട്. അതാണ് ഡെമോക്രാറ്റിക്. ജനാധിപത്യപരമായിട്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ വോട്ട് ചെയ്യുന്നത്. 1 man 1 vote, അല്ലാതെ ഒത്തിരി ഷെയർ ഇടുന്നവർക്ക് ഒത്തിരി വോട്ട്, അങ്ങനെയില്ല. ഒരാൾക്ക് ഒരു വോട്ട്. നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷണാലിറ്റി ആൻഡ് ഇക്വാലിറ്റി. എന്താണ് ബേസ്? ഒരു ഇക്വാലിറ്റി. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈക്വലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കിട്ടണുണ്ടാവുക. അതാണ് ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷണാലിറ്റി ആൻഡ് ഇക്വാലിറ്റി. നെക്സ്റ്റ്, ഇക്വിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ഈക്വലായിട്ടും സോഷ്യൽ ജസ്റ്റിസിൻ്റെ മുഖാന്തരമായിട്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത്. ഇക്വിറ്റി, തുല്യതയും പിന്നെ സോഷ്യൽ, നീതിപരമായിട്ടുള്ള സോഷ്യൽ ജസ്റ്റിസ്. നെക്സ്റ്റ്, യൂണിവേഴ്സൽ മൂവ്മെൻറ്റ്. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്? തത്വങ്ങളെല്ലാം നമ്മൾ യൂണിവേഴ്സലായിട്ട് ICA മുഖാന്തരം അംഗീകരിച്ച തത്വങ്ങൾ. നമ്മളിപ്പോൾ 7th പ്രിൻസിപ്പിളാണ് ഉള്ളത്, അല്ലേ? അപ്പം ആ ഒരു യൂണിവേഴ്സൽ മൂവ്മെൻറ്റ്. ഓപ്പറേഷൻ എല്ലായിടത്തും ഒരുപോലെ, അല്ലാതെ ഓരോ രാജ്യത്തെ ഓരോ രീതികളല്ല, എല്ലാവർക്കും ഒരുപോലെയാണ് കോപ്പറേഷൻ മൂവ് ചെയ്യുന്നത്. അതാണ് യൂണിവേഴ്സൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തുല്യതാപരമായിട്ടും അല്ലെങ്കിൽ ഒരേ റൂളാണ് എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നത്, അല്ലേ? അതാണ് യൂണിവേഴ്സൽ മൂവ്മെൻറ്റ്. നെക്സ്റ്റ്, പ്രോക്സി ഈസ് നോട്ട് അലൗഡ്. കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ പ്രോക്സി വോട്ടിങ് നടക്കത്തില്ല, അല്ലെ? ഒരാൾക്ക് പകരം വന്ന് വേറൊരാൾക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അതാണ് പ്രോക്സി ഈസ് നോട്ട് അലൗഡ്. അത് അലൗഡ് അല്ല.
നെക്സ്റ്റ് ഡിവിഡൻഡ് ഹണ്ടിങ് ഈസ് നോട്ട് അലൗഡ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഡിവിഡൻഡ് ഹണ്ടിങ് ഇവിടെ സാധ്യമല്ല. കാരണം വെച്ചാൽ ഒത്തിരി ഷെയർ എടുക്കുന്നവർക്ക് ഒത്തിരി വോട്ട് അല്ലെ ഒത്തിരി പ്രയോറിറ്റി അങ്ങനെ അത് കൊടുക്കാറില്ല. അതുകൊണ്ട് ഡിവിഡൻഡ് ഹണ്ടിങ് എല്ലാവർക്കും തുല്യമായിട്ട് തന്നെയാണ് ഡിവിഡൻഡ് കൊടുക്കണത്. അത് ഡിവിഡൻഡ് ഹണ്ടിങ് ഈസ് നോട്ട് അലൗഡ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഫീച്ചേഴ്സ് പറഞ്ഞത്? അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, സർവീസ് മോട്ടീവ്, ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 man 1 vote, based on proportionality and equality, equity and social justice, universal movement, proxy is not allowed, dividend hunting is not allowed. അപ്പോൾ ഫീച്ചേഴ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നെക്സ്റ്റ് ഇതിലോട്ട് പോകാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് കോപ്പറേഷൻ. ഫസ്റ്റ് വൺ എലിമിനേഷൻ ഓഫ് മിഡിൽ മെൻ. ഇടനിലക്കാരുടെ ഇതില്ല ഇവിടെ, കോപ്പറേറ്റീവ് സൊസൈറ്റി ഇടനിലക്കാരില്ല. അതാണ് അതിനെ പൂർണ്ണമായിട്ട് എന്തായിരുന്നു അബോളിഷ് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് അബോളിഷൻ ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം അബോളിഷ് ചെയ്യുക, അതൊരു ഒബ്ജക്റ്റീവ്സ് ആണ് കോപ്പറേഷൻ്റെ. കാരണം വെച്ചാൽ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എക്കണോമിക് സിസ്റ്റം ആയിരുന്നു നേരത്തെ നിലനിന്നിരുന്നത്. ഓൾഡസ്റ്റ് ഫോം ഓഫ് എക്കണോമിക് സിസ്റ്റമാണ് ക്യാപിറ്റലിസം. അതിലെന്ത് പ്രത്യേകത? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അവിടെ എല്ലാം കൺട്രോളും എല്ലാം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസാണ്. അവർക്ക് ആ പ്രോഫിറ്റും എല്ലാം കിട്ടണേ. അപ്പം അതിനെ അബോളിഷ് ചെയ്യുക എന്നുള്ളത് ഒബ്ജക്റ്റീവ്സ് ആണ് കോപ്പറേഷൻ്റെ. നെക്സ്റ്റ് റേസിംഗ് എക്കണോമിക് സ്റ്റാറ്റസ്. ഇതിലൂടെ എന്താണ്? എക്കണോമിക് സ്റ്റാറ്റസ് ഉയർത്തുക. അതുപോലെ മോറൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് മെമ്പേഴ്സിൻ്റെ മോറൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോറൽ എത്തിക്കലായിട്ടുള്ള വാല്യൂസൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് അല്ലെ അതിനും കൂടെ നിലനിർത്തിക്കൊണ്ട് പോകണം. അതാണ് റേസിംഗ് എക്കണോമിക് സ്റ്റാറ്റസ് ആൻഡ് മോറൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് മെമ്പേഴ്സ്. ഇത് ഉയർത്താനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റീസ്. മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള ന്യൂട്രാലിറ്റി ഈക്വലായിട്ട് അല്ല തുല്യത അവിടെ ഉയർത്തണം. അതും ഒരു ഒബ്ജക്റ്റീവ്സ് ആണ് കോപ്പറേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? എലിമിനേഷൻ ഓഫ് മിഡിൽമെൻ, അബോളിഷൻ ഓഫ് ക്യാപിറ്റലിസം, റേസിംഗ് എക്കണോമിക് സ്റ്റാറ്റസ് ആൻഡ് മോറൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് മെമ്പേഴ്സ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. ഇനി ഒരു ചെറിയ ടോപ്പിക്കും കൂടെ നമുക്ക് കവർ ചെയ്യാം. കോപ്പറേറ്റീവ് ഡേ, വീക്ക് ആൻഡ് ഇയർ. ഇത് നമ്മൾ എപ്പോഴും എക്സാമിന് നമുക്ക് ചോദിക്കുന്നതാണ്. അപ്പം നമുക്കിതിൽ അതൊന്നും എന്താണെന്ന് നോക്കാം. കോപ്പറേറ്റീവ് ഡേ നമ്മൾ എന്താ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ. എല്ലാ വർഷവും ജൂലൈ ഫസ്റ്റ് സാറ്റർഡേ ആണ് നമ്മൾ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്ത കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റഡ് ഫ്രം. എന്ന് തൊട്ടാണ് കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്തത്? 7/7/1923 തൊട്ട്. നെക്സ്റ്റ് UN സെലിബ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡേ. UN സെലിബ്രേറ്റ് ചെയ്തത് എന്നാണ് കോപ്പറേറ്റീവ് ഡേ? എന്ന് തൊട്ടാണ്? 1995 തൊട്ടാണ് UN കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. നെക്സ്റ്റ് കോപ്പറേറ്റീവ് വീക്ക് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? November 14 to 20. അതാണ് എല്ലാ വർഷവും നമ്മൾ കോപ്പറേറ്റീവ് ഡേ ആയിട്ട് വീക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്? 1954 ഫസ്റ്റ് കോപ്പറേറ്റീവ് വീക്ക് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. 65th കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ നടന്നത് എപ്പോഴാണ്? 2018 65th കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേഷൻ. നമ്മൾ എന്നാ സെലിബ്രേറ്റ് ചെയ്യുന്നത്? അല്ല അത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേഷനായിട്ട് കണക്കാക്കുന്ന ഏത് വർഷമാണ്? നമ്മളോട് കുറേ തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. PYQ ആണ്. 2012 ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേഷൻ 2012. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഏകദേശം കഴിഞ്ഞു. അപ്പം ഇതിനകത്ത് എൻ്റെ ചാനലും കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അതുപോലെ ഞാൻ ഇടയ്ക്ക് ഷോർട്സ് ഒക്കെ ഇടാം. അതുപോലെ അതിൽ ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കാം. അതിൽ നിങ്ങൾക്ക് പറയാനായിട്ടൊരു ക്വസ്റ്റ്യൻ കൂടെ ഇടും. അപ്പം നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം. അപ്പം താങ്ക് യു.